ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി കേട്ടോ. ഇതിന്ന് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. ഷോപ്പിലേക്ക് വർക്കിന് വേണ്ടി പോയപ്പോൾ വേറെ ആരുമല്ല, എൻ്റെ ബ്രദറാണ്. ഓന് ന്യൂ ലുക്കിൽ വന്നതാണ്. ഒരു വെറൈറ്റി ഒമാനിയാവാൻ നോക്കിയത് തോന്നുന്നു. സലാലയിലുള്ള ഉപ്പാൻ്റെ ഷോപ്പിലാണ് കേട്ടോ അത്. മെയിൻ ഷോപ്പ് ഇതാണ്. വേറെയും ബ്രാഞ്ചസ് ഉണ്ട്. ഒമാനിൽ തന്നെ തുമ്രേറ്റ്, ദുഃഖം, പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സനായിലും ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ലുലു സനായിൽ ആദ്യം ജസ്റ്റ് പോയി നോക്കാമെന്ന് കരുതി. അത് മാത്രമല്ല, ചെറിയൊരു പരിപാടി വരുന്നുണ്ട്. അപ്പം അതിനും കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതൊക്കെ ഇനി വരുന്ന വ്ളോഗിൽ കാണും കേട്ടോ. ഇപ്പം നമ്മളൊരു അറേബ്യൻ ട്വിൻ വില്ലയിലാണ് ഉള്ളത്. ഉപ്പാടെ ഷോപ്പിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് അടുത്ത് ഞങ്ങൾ റൂം നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് അടുത്ത് തന്നെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഫർണിച്ചേഴ്സൊക്കെ. എല്ലാ ഉമ്മാർക്കും വീക്ക്നെസ് ആവും ഈ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ. ഇവിടെ അതിന് മാറ്റമൊന്നുമില്ല. നല്ലൊരു ഗ്ലാസ് ബൗൾ ഓഫറിൽ കണ്ടപ്പോൾ അത് വെച്ചെടുത്തു കേട്ടോ. പിന്നെ ഇതാണ് ലുലു സനായിലുള്ള ഷോപ്പ് ബ്രാഞ്ച് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ എൻട്രൻസിൽ തന്നെ നല്ല വ്യൂ ആണ്. ഷോപ്പ് എന്താണെന്ന് വെച്ചാൽ ഫോണും ആക്സസറീസ്, ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഓഫേഴ്സും ഉണ്ട്. പെരുന്നാളൊക്കെ ആവാൻ പോകല്ലേ, ഇനി ഖരീഫ് സീസൺസും വരുന്നുണ്ടല്ലോ. മെയിൻ ബ്രാഞ്ചിൻ്റെ ഷോപ്പ് ടൂർ എന്തെങ്കിലും ഇടണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ മേലെ കയറിയിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് നോക്കി. പിന്നെ എവിടെയും കൂടുൻ്റെ തെറ്റലും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവളുടെ നേരെ മുകളിലുള്ള താത്ത കൂടെ ഉണ്ടെങ്കിൽ അത് ഷുവറാണ്. പിന്നെ ഒരു വിധത്തിൽ ഓക്കെ ആക്കി. പിന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ നോക്കിയപ്പോൾ നല്ല ഹൈ റേറ്റാണ്. പിന്നെ റേറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അതേപോലെ തന്നെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി. ക്വാളിറ്റി ഇല്ല മീൻസ് ആ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി. പിന്നെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എവിടെ പോയാലും കൂടുതലും മിഠായും ജ്യൂസും മസ്റ്റാണ്. ഇപ്രാവശ്യം മിഠായിൽ ഒതുങ്ങി. അപ്പം മിഠായി എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇത് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു മിൽക്കി ബാറാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ധനൂബയിൽ ഫർണിച്ചേഴ്സിന് ഓഫർ ഉണ്ട് കണ്ടപ്പോൾ കയറി നോക്കി. പക്ഷെ ഓഫറൊന്നും ഉണ്ടായി തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ അലിക്കാൻ്റെ തട്ടുകട. ഈ കാണുന്ന മഹാനാണ് അലിക്ക. ഞങ്ങൾ സ്നേഹത്തോടെ അലിയങ്കളേന്ന് വിളിക്കും. പിന്നെ ഉമ്മച്ചി വെറുപ്പിക്കാനായിട്ടൊന്ന് കയറിയതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാം, നോക്കിയോക്ക്. എന്താ ചായ ഫ്രീ കൊടുക്കണ്ടത്ര? എന്ത് ചായ? ഓനൊന്നും മുണ്ടണില്ല. ഈ സംഭവത്തിന്റെ പിന്നിലുള്ള ഹിസ്റ്ററി എന്താന്ന് അലിങ്ങൾക്കും പാപ്പാക്കും മാത്രമേ അറിയുള്ളൂ കേട്ടോ. പാപ്പ മീൻസ് എൻ്റെ ഉപ്പ, അങ്ങനെ വിളിക്കുക. അതൊന്നും അറിയേണ്ട മെച്ച് പോയി ചോദിച്ചപ്പോൾ അലിയങ്ങൾ വയലൻ്റ് ആയിട്ടോ. ഫേസ്ബുക്കിൽ അലിയങ്ങൾ പുലിയാണ് കേട്ടോ. റീൽസൊക്കെ ഇട്ടിട്ട് മെയിനാണ്. ഇനി നിങ്ങൾ വൈറലാക്കി കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബൈ.